നമ്മൾ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്താണ്? അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് അല്ലേ? സത്യത്തില് ജീവിതത്തിൽ അടിസ്ഥാനപരവും ആത്യന്തികവുമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നതിന് പോലും കൃത്യമായ ഒരു ക്ലാരിറ്റി നമുക്ക് ആർക്കുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വളരാനാവുക, വിജയിക്കാനാവുക? എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? ചില ആളുകളോട് ചോദിച്ചാൽ പറയും ഇഷ്ടം പോലെ പണം വേണമെന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം, അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. ശരിക്കും എന്താണ് വേണ്ടത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയിരിക്കണം. ഒരു മനുഷ്യന്റെ ജീവിത വിജയം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാതെ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായും അടിസ്ഥാനപരമായും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് സന്തോഷങ്ങളാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം സന്തോഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ജീവിതത്തിൽ എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് പറയാനാവുക. അല്ലാതെ ഇഷ്ടം പോലെ പണമുണ്ടാക്കി എന്ന് കരുതി, ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു എന്ന് കരുതി, ഒരുപാട് സ്റ്റാറ്റസ് ബിൽഡ് ചെയ്തു എന്ന് കരുതി അയാൾ സക്സസ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സക്സസ് ആവില്ല എന്നല്ല, സക്സസ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവനവൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് അടിസ്ഥാനപരവും ആത്യന്തികവുമായി ഒരു മനുഷ്യന്റെ ജീവിത വിജയം എന്ന് പറയുന്നത് അയാൾ എത്രത്തോളം സന്തോഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കണ്ടെത്തേണ്ടത് എത്രത്തോളം നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ തിരിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ചോദ്യം ഉണ്ടാകും, സന്തോഷങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ അതിലിടും, മസാലക്കൂട്ടുകൾ ഉണ്ടാകും, അങ്ങനെ വെള്ളം ഒഴിക്കും, അങ്ങനെ പല പല കാര്യങ്ങളും അതിൽ കൂടിച്ചേരാനുണ്ട് അല്ലേ? ഇതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം? കൃത്യമായ അളവിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് സാമ്പാർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ്, അതേ പ്രോസസ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതിനും. അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്? എന്താണ് കണ്ടെത്തേണ്ടത്? സന്തോഷങ്ങളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്, ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ പണവും സ്നേഹവും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ പണവും സ്നേഹവും ഒക്കെ സന്തോഷങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ കൃത്യമായ അളവിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇവിടെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് എന്ന് പറയുമ്പോഴും അതിന് കൃത്യമായ അളവിൽ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ചേരുവകളുടെ ഒരു ക്വാണ്ടിറ്റി വ്യത്യസ്തമാണ്. ഇപ്പോൾ അംബാനിയോടോ അല്ലെങ്കിൽ യൂസഫ് അലി സാറിനോടോ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പണത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും എത്ര കിട്ടിയാലും ഞങ്ങളെ സന്തോഷിപ്പിക്കുമെന്നായിരിക്കും. കാരണം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും. അത് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് സന്തോഷങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തേതിനേക്കാൾ ഇന്ന് പ്രോഫിറ്റ് കുറഞ്ഞാൽ അവരെന്താവും? ഫ്രസ്ട്രേറ്റഡ് ആവും. ആ സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല. പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും ഒക്കെ തീർത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയും ഇല്ലാതെ വളരെ ഫ്രീ ആയി കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ നമുക്ക് സൂക്ഷിച്ച് ഒരു റിട്ടയർമെന്റ് ഒക്കെ ആകുമ്പോൾ ആ പണമൊക്കെ ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളൊക്കെ നടത്തി കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ചെയ്ത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു എന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അതാണ് അയാളുടെ സാമ്പത്തികമായിട്ട് വളരേണ്ടതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അത്ര വളർന്നാൽ പോലും അംബാനിയും യൂസഫ് അലി സാറിന്റെ ഒക്കെ സന്തോഷങ്ങൾ നമുക്കും ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? അത് വൈകാരികമായിട്ടുള്ള ഒരു ഫീലാണ് അല്ലേ? നമ്മുടെ മനസ്സിന്റെ ഒരു അനുഭൂതിയാണ്.
അതെല്ലാവർക്കും ഈക്വൽ ആണ്. അത് BMW വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചും സാധാരണ ഒരു ചെറിയ കാറ് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചും അയാൾ അനുഭവിക്കുന്ന ഫീൽ ഒന്ന് തന്നെയാണ്, സന്തോഷം തന്നെയാണ്. അപ്പോ നമുക്ക് എന്താണ് വേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ജീവിതത്തോടുള്ള ഉത്തരവാദിത്വം. ഇപ്പോ നമുക്ക് കാറൊന്നുമില്ല, പക്ഷെ നമ്മളൊരു കാറ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ചെറിയൊരു കാറ് വാങ്ങിയാൽ ഒരുപാട് സന്തോഷം ലഭിക്കും എന്നുള്ളതാണ് കാര്യം. എന്നാൽ ഒരുപാട് കാറുകളൊക്കെ ഉണ്ട്. അപ്പൊ കാറുണ്ട് എന്നുള്ളത് അയാളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. അയാളെ സന്തോഷിപ്പിക്കുന്ന എന്തായിരിക്കും? ഒരു മികച്ച ലക്ഷറി കാറ് വാങ്ങുമ്പോൾ മാത്രമേ അയാൾക്ക് കാറുമായി ബന്ധപ്പെട്ടിട്ട് സന്തോഷങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു മെഷർമെന്റ് ഉണ്ട്. എന്ത് വേണം, എത്ര വേണം, അത് ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു കടലാസും പേനയും എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. എനിക്ക് പണം വേണം, അതെന്നെ സന്തോഷിപ്പിക്കുന്നു. പക്ഷെ അടുത്ത ഒരു കോളത്തിൽ എന്ത് വേണം, എത്ര വേണം എന്നുള്ളതിനും കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. നല്ല ആരോഗ്യത്തോടു കൂടി എനിക്ക് ജീവിക്കുമ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യണോ, ജിമ്മിൽ പോകണോ, യോഗ ചെയ്യണോ? അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ മക്കളുടെയൊക്കെ വിവാഹമുണ്ട്, അത് ഇന്ന രീതിയിൽ എനിക്ക് നടത്തണം, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യണം. അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലിസ്റ്റും തയ്യാറാക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ക്ലാരിറ്റി കിട്ടും. അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ചും എത്രത്തോളം ചെയ്യണമെന്നതിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടും. ജീവിക്കാൻ കുറെ കൂടി എളുപ്പമാകും എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നതും ഈ ക്ലാരിറ്റിയാണ്. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. പക്ഷെ എന്താണ് യഥാർത്ഥ ജീവിത വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സന്തോഷങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഒരാളുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായി മാറുന്നത്. കൂടുതൽ സന്തോഷങ്ങൾ കിട്ടിയ ഒരാൾ, കൂടുതൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ഒരാൾ ജീവിതത്തിൽ കൂടുതൽ വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി എഴുതി തയ്യാറാക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണമെന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ അത് സന്തോഷത്തോടു കൂടി നമുക്ക് യാത്ര ചെയ്യാനാകും ആ ലക്ഷ്യങ്ങളിലേക്ക്, ആ ആഗ്രഹങ്ങളിലേക്ക്, അല്ലെ? ആ യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് നേടിയെടുത്താൽ മാത്രമേ ഒരാൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല. നമുക്ക് ആ യാത്ര ആസ്വദിക്കാൻ കഴിഞ്ഞാൽ പോലും അത് നമ്മുടെ വിജയം തന്നെയാണ്. പക്ഷെ മറക്കണ്ട, ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്നതെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കുറച്ച് ബാധ്യതകളുണ്ടാകും, കടങ്ങളുണ്ടാകും, മക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, ഒരു വീട് എടുക്കേണ്ടതുണ്ടാകും, ഒരു സ്വന്തമായിട്ടൊരു വാഹനം എടുക്കാനുണ്ടാകും, ഒരു യാത്ര ചെയ്യണം, കുറച്ച് യാത്രകളൊക്കെ ചെയ്യണമെന്നുണ്ടാകും, തൻ്റെ റിട്ടയർമെന്റ് ലൈഫ് കുറച്ചുകൂടി സമാധാനത്തോടു കൂടി തൻ്റെതായ ചില ഇഷ്ടങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടാകും. ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഓരോന്നായിട്ട് ജീവിതത്തിൽ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മസംതൃപ്തിയുണ്ട്. അതുതന്നെയാണ് ജീവിതത്തിൻ്റെ വിജയവും ജീവിതത്തിൻ്റെ ഭംഗിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.